മാന്യ പ്രേക്ഷകർക്ക് ജ്യോതിഷം സ്റ്റാർസിലേക്ക് ഹാർദവമായ സ്വാഗതം. ആകാശത്ത് പൊൻകട്ട പോലെ കാണപ്പെടുന്ന ഒരു നക്ഷത്രമാണ് ജ്യോതി. വായുവാണ് ദേവത. മുളച്ചു വന്ന് കാറ്റിലാടുന്ന തൈയാണ് ചിഹ്നം. സ്വപ്രയത്നം കൊണ്ട് പുരോഗതി നേടാൻ ഇഷ്ടപ്പെടുന്ന ഈ നക്ഷത്രജാതർ ആത്മനിയന്ത്രണത്തോടെ പെരുമാറുന്നവരാണ്. അതുപോലെ മറ്റുള്ളവരെ പറ്റി സ്വരൂപിച്ച അഭിപ്രായം മാറ്റാനും ഇവർ തയ്യാറല്ല. ഇവർ സദാ ബഹുജനങ്ങളുമായി പെരുമാറാൻ ഇഷ്ടപ്പെടുന്നു. മൃഗം മഹിഷം, വൃക്ഷം നീർമരുത്. ദേവഗണമാണ്. പുരുഷയോനിയാണ്. പക്ഷി കാക്ക. ഭൂതം അഗ്നി. ദേവത വായു. ചോതി നക്ഷത്രജാതർക്ക് തികച്ചും ഗുണദോഷ സമ്മിശ്രമായ കാലാവസ്ഥയാണ് 2026 വിഷുവർഷം പ്രദാനം ചെയ്യുന്നത്. വിദ്യാർത്ഥികൾ വിദ്യയിൽ പഠനത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കമിതാക്കൾ പ്രണയം വളരെ ശ്രദ്ധയോടെ മാത്രം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. വിവാഹാലോചനകൾ നടക്കുന്നവർ വളരെ ശ്രദ്ധിച്ച് നല്ല ബന്ധം തിരഞ്ഞെടുക്കേണ്ടതാണ്. ദാമ്പത്യ ബന്ധത്തിൽ അസ്വാരസ്യങ്ങൾ ഉടലെടുക്കുവാൻ ഇടയുള്ളതിനാൽ വളരെ ശ്രദ്ധയോടെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതാണ്. അസുഖങ്ങൾ വരാൻ സാധ്യതയുള്ളതിനാൽ ചെറിയ അസുഖം വരുമ്പോൾ തന്നെ അതതിൻ്റെ വിദഗ്ധരെ കണ്ട് യഥാവിധി പ്രതിവിധി തേടേണ്ടതാണ്. ആപത്ത് വരാൻ സാധ്യതയുള്ളതിനാൽ വാഹനം ഓടിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും മുൻകരുതൽ സ്വീകരിക്കേണ്ടതാണ്. അപ്രതീക്ഷിതമായ ധനനഷ്ടം സംഭവിക്കാം. പ്രതീക്ഷിച്ച കാര്യങ്ങൾ നടക്കാതെ വരുന്നത് മനക്ലേശമുണ്ടാക്കുന്നതിനാൽ മനഃശക്തി ആർജിക്കേണ്ടതാണ്. ഭൂമി സംബന്ധമായ തർക്കങ്ങൾ കുടുംബത്തിൽ ഉടലെടുക്കുമെങ്കിലും മാധ്യസ്ഥം വഴി ലാഭം ഉണ്ടാവുന്നതായിരിക്കും. രാഷ്ട്രീയ മേഖലയിലുള്ളവർക്കും കലാമേഖലയിലുള്ളവർക്കും പ്രശസ്തിയുണ്ടാവുന്നതാണ്. ചെറിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാവുമെങ്കിലും വളരെ ഗുണാധിക്യമുള്ള വർഷമാണ് 2026 വിഷുവർഷം. ഏത് കാര്യം ചെയ്യുമ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രം. ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കുന്നതിനും നിലവിൽ ജോലിയിൽ തുടരുന്നവർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുന്നതിനും അനുകൂലമായ സമയമാണ്. എന്നിരുന്നാലും അവയിലെല്ലാം ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. നക്ഷത്രവൃക്ഷം നട്ടുവളർത്തുന്നതും നക്ഷത്ര പക്ഷിമൃഗാദികളെ പരിപാലിക്കുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ്. ആഴ്ചയിലൊരിക്കലെങ്കിലും ക്ഷേത്രദർശനം ശീലമാക്കുന്നതും യഥാശക്തി വഴിപാടുകൾ നടത്തുന്നതും ഉത്തമമാണ്. മാസത്തിലൊരിക്കലെങ്കിലും കുടുംബക്ഷേത്ര ദർശനം നടത്തേണ്ടതാണ്. ഇതര മതസ്ഥർ അവരവരുടെ ആചാരപ്രകാരം പ്രാർത്ഥനകൾ നടത്തേണ്ടതാണ്. എല്ലാ കാര്യവും ശ്രദ്ധിച്ച് വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് കൊണ്ടുപോയാൽ 2026 വിഷുവർഷം വളരെ ഗുണകരമായ സംഭവങ്ങളായിരിക്കും പ്രദാനം ചെയ്യുന്നത്. ചോതി നക്ഷത്രത്തിൻ്റെ പൊതുവായ ഫലങ്ങളാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. ഓരോരുത്തരുടെയും ജന്മസമയവും ഗ്രഹസ്ഥിതിയും അനുസരിച്ച് ഇവയിൽ മാറ്റമുണ്ടാകാവുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു വിഷുവർഷം ആശംസിച്ചുകൊണ്ട് നന്ദി.